വിശദമായ വാർത്തകളിലേക്ക്. പാർട്ടികളുടെ വ്യാജ പ്രചാരണം പൊളിഞ്ഞടുങ്ങി. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ FIR രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. എന്നാൽ വ്യാജ പ്രചരണം തള്ളിക്കളഞ്ഞ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധത്തിൽ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു വ്യാജ പ്രചാരണം. ചില മാധ്യമങ്ങളും പാർട്ടികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തെന്ന് പ്രചരിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. വ്യാജ പ്രചാരണം ഡൽഹി പോലീസ് തള്ളിക്കളഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇത്തരം തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്ന മുന്നറിയിപ്പും ഡൽഹി പോലീസ് നൽകി. അതിനിടെ പ്രതികരണവുമായി പാറ്റക്കൂട്ടത്തിന്റെ നേതാവ് അഭിജിത് ദീപ്കെ രംഗത്ത് വന്നു. ലക്ഷ്യബോധത്തോടെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മയാണ് പ്രതിഷേധിച്ചതെന്ന് അഭിജിത് ദീപ്കെ അവകാശപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വലിയ തെറ്റ് ചെയ്തുവെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ പുറത്താക്കണമെന്നും പാർട്ടികളുടെ നേതാവ് പറഞ്ഞു. ജന്തർ മന്ദറിലെ കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിൽ നല്ലൊരു പങ്കും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകരായിരുന്നു. ജനം, ഡൽഹി. ഭാരതത്തെ സുരക്ഷിതമാക്കാൻ ബംഗാളിനെയും സുരക്ഷിതമാക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ബംഗാളിൽ നടക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധവും രാജ്യവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഫലപ്രദമായി തന്നെ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊൽക്കത്ത രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം മാത്രമല്ല, ആത്മീയ തലസ്ഥാനവുമാണെന്ന് സുവേന്ദു അധികാരി. എന്നാൽ ബംഗാളിൽ നിന്നും വ്യാപാരികൾ മുമ്പ് ഒഴിഞ്ഞുപോകാൻ തുടങ്ങിയിരുന്നു. അവർ പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ എല്ലാ കേന്ദ്രങ്ങളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ये माता दुर्गा का भूमि है, ये ठाकुर रामकृष्ण देव का भूमि है, ये स्वामी विवेकानंद का धरती है, यहाँ ही मां शारदा मुनि का धरती है। इसलिए ये बंगाल, कलकत्ता